നിങ്ങൾക്കറിയാമോ, നമ്മളൊരു അസുഖത്തിന് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? കൃത്യമായൊരു മരുന്ന് അല്ലെങ്കിൽ ഒരു സർജറി. അത് വളരെ വ്യക്തമാണ്. അതെ, ശരീരത്തിലെ ഏത് അവയവത്തിനാണോ കുഴപ്പം അത് കണ്ടെത്താൻ ഒരു സ്കാനിങ്ങോ എക്സ്റേയോ ഒക്കെ നമ്മൾ എടുക്കുന്നു. കാര്യങ്ങൾ വളരെ ലളിതമാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അതാണ് രീതി. കാരണം കണ്ടെത്തുന്നു, പരിഹാരം പ്രയോഗിക്കുന്നു. എന്നാൽ ഇതൊരു വ്യക്തിയുടെ ശരീരത്തെ ബാധിച്ച അസുഖമല്ലെങ്കിലോ? അതായത് ഒരു സമൂഹത്തെ ബാധിച്ച അസുഖം. അതെ, നൂറ്റാണ്ടുകളായി ഒരു സമൂഹത്തെ മുഴുവൻ കാർന്നു തിന്നോണ്ടിരുന്ന ആ അന്ധവിശ്വാസങ്ങളുടെയും ഐത്തത്തിന്റെയും അനാചാരങ്ങളുടെയും അങ്ങേയറ്റം സങ്കീർണമായ ഒരു സാമൂഹിക ക്യാൻസർ. അവിടെ നിങ്ങളുടെ ഈ എക്സ്റേ മെഷീനുകൾക്കൊന്നും യാതൊരു കാര്യവുമില്ലല്ലോ. തീർച്ചയായുമില്ല. ഒരു സമൂഹത്തിന്റെ ചിന്താഗതിയെ അടിമുടി മാറ്റിയെഴുതുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ലഭ്യമായ ചരിത്രരേഖകളിലൂടെയും പഠനങ്ങളിലൂടെയുമുള്ള ഈ ഡീപ്പ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതെ, സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അന്ധകാരത്തിൽ മുങ്ങിക്കിടന്നിരുന്ന കേരളത്തെ നമ്മളിന്ന് കാണുന്ന ഈ ആധുനിക കേരളമാക്കി മാറ്റിയെടുത്ത ഒരാളുടെ കഥയാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതരേഖകൾ. ഇതൊരു വെറും ജീവചരിത്രമല്ല കേട്ടോ. അവിശ്വസനീയമാം വിധം തന്ത്രപരമായ ഒരു സാമൂഹിക ഇടപെടലിന്റെ ചരിത്രമാണ്. കൃത്യം. നമ്മുടെ മുന്നിലുള്ള ഈ രേഖകളിൽ നിന്നുള്ള വസ്തുതകൾ, പ്രധാനപ്പെട്ട തീയതികൾ, വ്യക്തികൾ എന്നിവയെല്ലാം കോർത്തിണക്കി ഒരു വിജ്ഞാനയാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് കേവലമൊരു മനുഷ്യൻ യാതൊരുവിധ അധികാരസ്ഥാനങ്ങളുമില്ലാതെ തന്റെ ആശയങ്ങൾ കൊണ്ട് മാത്രം ഒരു ജനതയെ മാറ്റിയതെന്ന് വിശകലനം ചെയ്യുക കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ വലിയ മാറ്റത്തിന്റെ തുടക്കത്തിലേക്ക് നമുക്ക് പോകാം. തീയതികൾ വളരെ പ്രധാനമാണല്ലോ. അതെ, 1856 ഓഗസ്റ്റ് 20. മുൻ തിരുവിതാംകൂറിലെ ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലുള്ള ചെമ്പഴന്തി ഗ്രാമത്തിലെ വയൽവാരം വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നാരായണൻ എന്നായിരുന്നു. ഓ, നാണു എന്നത് ഓമനപ്പേരായിരുന്നല്ലേ? അതെ, വീട്ടുകാർ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് നാണു എന്നായിരുന്നു. കൊച്ചുദേവി, മാത എന്നീ 2 സഹോദരിമാർ കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിക്കിവിടെ ഒരു സംശയം തോന്നുന്നത്, തീണ്ടലും തുടിയിലും അതിരൂക്ഷമായിരുന്ന ഒരു കാലമായിരുന്നില്ലേ അത്? അക്ഷരം പഠിക്കുന്നത് പോലും വലിയൊരു കുറ്റമായി കണ്ടിരുന്ന ആ കാലത്ത് എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇത്രയും ആഴത്തിലുള്ള അറിവ് ലഭിച്ചത്? ആ ചോദ്യത്തിലാണ് ഈ ചരിത്രത്തിന്റെ അടിസ്ഥാനമിരിക്കുന്നത്. അക്കാലത്ത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസമെന്നത് അപ്രാപ്യമായിരുന്നു. എന്നാൽ നാണുവിന്റെ കുടുംബ പശ്ചാത്തലം കുറച്ചു വ്യത്യസ്തമായിരുന്നു. അത് ശരി. അദ്ദേഹത്തിന്റെ അച്ഛൻ മാടനാശാനും അമ്മാവൻ കൃഷ്ണവൈദ്യരും സംസ്കൃതത്തിലും ആയുർവേദത്തിലും പാണ്ഡിത്യമുള്ളവരായിരുന്നു. അവിടെ നിന്നാണ് അറിവിന്റെ ആദ്യ പാഠങ്ങൾ കിട്ടുന്നത്. അപ്പോ വീട്ടിൽ നിന്ന് തന്നെ നല്ലൊരു അടിത്തറ കിട്ടി. തീർച്ചയായും. പിന്നീട് അദ്ദേഹം കുന്നംവഴി രാമൻപിള്ള ആശാനിൽ നിന്നാണ് ഉപരിപഠനം നേടുന്നത്. ഔപചാരിക വിദ്യാഭ്യാസത്തിനു പുറമെ സംസ്കൃതവും തമിഴും അദ്ദേഹം ആഴത്തിൽ പഠിച്ചു. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൗതുകകരമാകുന്നത്. 15ാമത്തെ വയസ്സിൽ അമ്മ മരിച്ച ആ കുട്ടി പിന്നീട് വീടിനടുത്തുള്ള വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങുകയും നാട്ടുകാരുടെ പ്രിയപ്പെട്ട നാണുവാശാനായി മാറുകയും ചെയ്യുന്നുണ്ട്. അതെ, നാണുവാശാൻ. ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ചില കണ്ടുമുട്ടലുകളുണ്ടാകുന്നത്. പ്രത്യേകിച്ച് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടുന്നത്. അതൊരു സാധാരണ കണ്ടുമുട്ടലായിരുന്നില്ല. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിലെ 2 വലിയ തലച്ചോറുകൾ തമ്മിലുള്ള സംഗമമായിരുന്നു അത്. തീർച്ചയായും. ഈ കൂടിക്കാഴ്ചയാണ് അദ്ദേഹത്തെ തൈക്കാട് അയ്യയുടെ അടുത്തേക്ക് എത്തിക്കുന്നതും. തൈക്കാട് അയ്യയിൽ നിന്നാണ് അദ്ദേഹം യോഗവിദ്യകൾ അഭ്യസിക്കുന്നത്. അതിനുശേഷമല്ലേ അദ്ദേഹം തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലുള്ള മരുത്വാമലയിലേക്ക് പോകുന്നത്? അതെ, അവിടേക്കാണ് പോകുന്നത്. ആ മരുത്വാമലയിലെ ജീവിതത്തെക്കുറിച്ച് വായിക്കുമ്പോൾ എനിക്കൊരു ഉദാഹരണമാണ് ഓർമ്മ വരുന്നത്. ഇതൊന്നാലോചിച്ചു നോക്കൂ. ഒരു വലിയ കമ്പ്യൂട്ടർ സിസ്റ്റം നിരന്തരം തകരാറിലാകുന്നു എന്ന് കരുതുക. പുറമേ നിന്ന് നോക്കുന്നവർക്കൊന്നും മനസ്സിലാകില്ല. അപ്പോഴൊരു എഞ്ചിനീയർ അതിന്റെ ഏറ്റവും അടിസ്ഥാന കോഡിങ്ങിലേക്ക് ആരും അറിയാത്തൊരു ഇരുട്ടുമുറിയിലിരുന്ന് ഇറങ്ങിച്ചെന്ന് അതിലെ തകരാറുകൾ പരിഹരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. വളരെ കൃത്യമായ ഒരു ഉപമയാണത്.
മരുത്വാമലയിലെ ആ പിള്ളത്തടം ഗുഹയിലെ ഏകാന്തവാസവും ധ്യാനവും വരാനിരിക്കുന്ന വലിയൊരു സാമൂഹിക കൊടുങ്കാറ്റിനു വേണ്ടിയുള്ള ഊർജ്ജസംഭരണമായിരുന്നില്ലേ? അതെ, ആ ഏകാന്ത ജീവിതവും തപസ്സുമാണ് അദ്ദേഹത്തിന് ആത്മീയമായ വ്യക്തത നൽകിയത്. പുറത്തുള്ള ദുഷിച്ച സമൂഹത്തെ തിരുത്തുന്നതിനു മുമ്പ് സ്വന്തം മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം. ആ ആത്മീയ ഊർജ്ജവും ദർശന വ്യക്തതയുമാണ് പിന്നീടുള്ള വലിയ വിപ്ലവങ്ങൾക്ക് അടിസ്ഥാനമായത്. തീർച്ചയായും. ആ വിപ്ലവത്തിന്റെ ആദ്യത്തെ വെടിപൊട്ടുന്നത് 1888-ലാണ്. പ്രശസ്തമായ അരുവിപ്പുറം പ്രതിഷ്ഠ. അതെ, നൂറ്റാണ്ടുകളായി ബ്രാഹ്മണർക്ക് മാത്രം അവകാശമുണ്ടായിരുന്ന പ്രതിഷ്ഠാകർമ്മം നെയ്യാറിലെ ശങ്കരൻകുഴി എന്ന കയത്തിൽ നിന്ന് സ്വയം മുങ്ങിയെടുത്തൊരു കരിങ്കൽ ഉപയോഗിച്ച് അദ്ദേഹം നിർവഹിച്ചു. ഇതിനെ യാഥാസ്ഥിതികർ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ഒന്നാണ്: നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്ന്. അതൊരു വെറും മറുപടിയല്ല, ഒരു വലിയ ഫിലോസഫിയാണത്. ചരിത്രം ഇതിനെ അരുവിപ്പുറം വിപ്ലവം എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. ഓണ്ടുകയാണ് അദ്ദേഹം ചെയ്തത്. അതെ, ദൈവമെന്നത് ആരുടെയും കുത്തകയല്ല എന്ന ഒരൊറ്റ പ്രവൃത്തിയിലൂടെ അദ്ദേഹം തെളിയിച്ചു. ആ ഒരു കരിങ്കൽ യഥാർത്ഥത്തിൽ വീണത് അന്നത്തെ സവർണ മേധാവിത്വത്തിന്റെ നെഞ്ചിലേക്കാണ്. അവിടെ നിന്ന് പിന്നീട് കേരളത്തിലുടനീളം അദ്ദേഹം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ കണക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. 20 ശിവക്ഷേത്രങ്ങൾ, 4 ദേവീക്ഷേത്രങ്ങൾ, 6 സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ, വിഗ്രഹങ്ങളില്ലാത്ത 2 ക്ഷേത്രങ്ങൾ, കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, തലശ്ശേരിയിൽ 1907 സ്ഥാപിച്ച ജഗന്നാഥ ക്ഷേത്രം, ചട്ടമ്പിസ്വാമികൾ കൊത്തം സ്ഥാപിച്ച പൂത്തോട്ട ശ്രീവല്ലഭേശ്വര ക്ഷേത്രം. കോഴിക്കോട്ടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് സാക്ഷാൽ ആനി ബസന്റ് ആണെന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഓഹോ, ആനി ബസന്റ് ആയിരുന്നോ? അതെ. അതുപോലെ 1889 വക്കത്ത് സ്ഥാപിച്ച സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്, അതായത് വേലായുധൻ നട. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ. കേരളത്തിന് പുറത്ത് ബില്ലവർക്ക് വേണ്ടി മംഗലാപുരത്ത് തിരുപ്പതീശ്വര ക്ഷേത്രവും അദ്ദേഹം സ്ഥാപിച്ചു. പക്ഷേ എനിക്കിവിടെ ഒരു വലിയ സംശയമുണ്ട്. എന്താണ്? അദ്ദേഹം എന്തിനാണ് ഇത്രയധികം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്? പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, അമ്പലങ്ങളല്ല വേണ്ടതെന്ന്. അവിടെയാണ് അദ്ദേഹത്തിന്റെ സാമൂഹിക സൈക്കോളജി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒറ്റയിടിക്ക് ഒരു ജനതയോട് അമ്പലത്തിൽ പോകരുതെന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. അത് ശരിയാണ്. ആദ്യം അവരുടെ അപകർഷതാബോധം മാറ്റണം. ഞങ്ങൾക്കും സ്വന്തമായി ക്ഷേത്രങ്ങളുണ്ട്, ഞങ്ങൾക്ക് ആരാധിക്കാൻ മറ്റാരുടെയും ഔദാര്യം വേണ്ട എന്നൊരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനാണ് അദ്ദേഹം ആദ്യം ശ്രമിച്ചത്. അതിനുശേഷമാണ് ഈ പ്രതിഷ്ഠകളുടെ പരിണാമം വരുന്നതല്ലേ? അതെ, ആ പരിണാമം അതിഗംഭീരമാണ്. 1920 കാരമുക്കിൽ ചിദംബരനാഥ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥാനത്ത് അദ്ദേഹം കേവലം ഒരു ദീപമാണ് പ്രതിഷ്ഠിച്ചത്. തിരുവനന്തപുരം മുരുക്കുംപുഴയിലാകട്ടെ വിഗ്രഹത്തിനു പകരം സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നെഴുതിയിട്ടുള്ള ഓം എന്ന് രേഖപ്പെടുത്തിയൊരു തകിട് സ്ഥാപിച്ചു. ഒടുവിൽ 1927 ജൂൺ 4 കളവങ്കോടും പിന്നീട് വൈക്കത്തെ ഉല്ലലയിലും അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠകൾ നടത്തി. അതിൽ അഹം ബ്രഹ്മാസ്മി എന്ന് രേഖപ്പെടുത്തിയിരുന്നു അല്ലേ? കൃത്യമായി. ഇതിനുശേഷമാണ് അദ്ദേഹം ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇത് മനുഷ്യന്റെ ആത്മീയ വളർച്ചയുടെ ഘട്ടങ്ങളെയാണോ സൂചിപ്പിക്കുന്നത്? 100% അതെ. ഇത് കേവലം ഒരു ആരാധനാരീതിയിലുള്ള മാറ്റമല്ല. കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഞാൻ തന്നെയാണ് ദൈവം എന്ന ഉപനിഷത്ത് ആശയമാണ് അദ്ദേഹം സാധാരണക്കാർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തത്. മനുഷ്യനെ അവനവനിലേക്ക് തന്നെ നോക്കാൻ പ്രേരിപ്പിക്കുക. അതെ, കരിങ്കല്ലിൽ നിന്ന് വെളിച്ചത്തിലേക്കും അവിടെ നിന്ന് കണ്ണാടിയിലേക്കും ഒരു ജനതയെ അദ്ദേഹം കൈപിടിച്ചു നടത്തുകയായിരുന്നു. വിദ്യാലയങ്ങൾ പ്രധാന ദേവാലയങ്ങളാകണം എന്നദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ മാനസിക വളർച്ചയുടെ പൂർണ്ണതയിലായിരിക്കണം. തീർച്ചയായും. അറിവിലൂടെ മാത്രമേ ഒരു സമൂഹം യഥാർത്ഥത്തിൽ സ്വതന്ത്രമാകൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ശരിയാണ്. എന്നാൽ വ്യക്തിപരമായ ഈ മാറ്റങ്ങൾക്കപ്പുറം ഈ ആശയങ്ങളെല്ലാം നിലനിർത്താൻ സമൂഹത്തെ സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവിടെയാണ് വലിയ പ്രസ്ഥാനങ്ങൾ കടന്നുവരുന്നത്. 1903 മെയ് 15 അരുവിപ്പുറം ക്ഷേത്രയോഗത്തിൽ നിന്നാണ് SNDP രൂപീകരിക്കപ്പെടുന്നത്. കൊല്ലം ആസ്ഥാനമായി തുടങ്ങിയ ആ സംഘടനയുടെ ആജീവനാന്ത അധ്യക്ഷൻ ഗുരുവായിരുന്നു. ജനറൽ സെക്രട്ടറി സാക്ഷാൽ കുമാരനാശാനും. ഇതിന്റെ പിന്നിൽ ഡോക്ടർ പൽപ്പുവിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ ഉപദേശപ്രകാരം കേരളത്തിലെ ഈഴവ സമുദായത്തെ സംഘടിപ്പിക്കാൻ ശ്രമിച്ച പൽപ്പു അല്ലേ? അതെ. അതിന് ഏറ്റവും അനുയോജ്യനായ ആത്മീയ നേതാവ് നാരായണ ഗുരുവാണ് എന്ന് പൽപ്പ് തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് SNDP രൂപം കൊള്ളുന്നത്. സംഘടന വളർന്നതോടെ 1904
ഗുരു തന്റെ പ്രവർത്തന കേന്ദ്രം വർക്കലയിലേക്ക് മാറ്റി. ആ കുന്നിന് ശിവഗിരി എന്ന് പേരിട്ടു. 1912 അവിടെ അദ്ദേഹം ശാരദാ പ്രതിഷ്ഠ നടത്തി. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്തായിരുന്നു? അതൊരു അഷ്ടകോണ ആകൃതിയിലുള്ള ക്ഷേത്രമായിരുന്നു. അവിടെ നിവേദ്യവും അഭിഷേകവും പോലുള്ള പാരമ്പര്യഗത ആചാരങ്ങൾ ഉണ്ടായിരുന്നില്ല. വിദ്യയുടെ ദേവതയായ സരസ്വതിയെയാണ് അദ്ദേഹം അവിടെ പ്രതിഷ്ഠിച്ചത്. വാവ്! പിന്നീട് 1913 ആലുവയിൽ ഓം സാഹോദര്യം സർവത്ര എന്ന പ്രമാണവാക്യത്തോടെ അദ്ദേഹം അദ്വൈതാശ്രമം സ്ഥാപിച്ചു. അതേ വർഷം തന്നെ തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ നടന്ന പുലയ സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷനാവുകയും ചെയ്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു വലിയ വൈരുദ്ധ്യം തോന്നുന്നുണ്ട്. എന്തു വൈരുദ്ധ്യം? അതായത് താൻ തന്നെ മുൻകൈയെടുത്ത് ഉണ്ടാക്കിയ ഇത്രയും വലിയൊരു പ്രസ്ഥാനമാണ് SNDP. എന്നിട്ടും 1916 മെയ് 22 ഡോക്ടർ പൽപുവിനൊരു കത്തെഴുതിക്കൊണ്ട് അദ്ദേഹം ആ പ്രസ്ഥാനവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുകയാണ്. അതെ, അതൊരു ചരിത്ര സംഭവമാണ്. യോഗത്തിന്റെ ജാത്യാഭിമാനം വർദ്ധിച്ചു വരുന്നു എന്നതായിരുന്നു അദ്ദേഹം അതിൽ പറഞ്ഞ പ്രധാന കാരണം. അതേ വർഷം തന്നെയാണ് പ്രബുദ്ധ കേരളം മാസികയിൽ നമുക്ക് ജാതിയില്ല എന്ന ചരിത്രപരമായ വിളംബരം അദ്ദേഹം നടത്തുന്നത്. ശരിയാണ്. എന്റെ ചോദ്യം ഇതാണ്: സ്വന്തമായി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം അതിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം എന്തിനാണത് തള്ളിപ്പറഞ്ഞത്? ഇതൊരു തരത്തിൽ പരാജയസമ്മതമായിരുന്നില്ലേ? ഒറ്റനോട്ടത്തിൽ ആർക്കും അങ്ങനെ തോന്നാം. പക്ഷേ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ അതൊരു പരാജയസമ്മതമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ദർശനങ്ങളുടെ ഏറ്റവും വലിയ വിജയമായിരുന്നു എന്ന് കാണാം. അതെങ്ങനെയാണ്? തന്റെ ആശയങ്ങൾ ഒരു പ്രത്യേക സമുദായത്തിന്റെ മാത്രം അതിർവരമ്പുകളിൽ തളച്ചിടപ്പെടാൻ പാടില്ല എന്ന അദ്ദേഹത്തിന്റെ അചഞ്ചലമായ നിലപാടായിരുന്നു അത്. താനൊരു പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക വഴി ഒരു വിശ്വമാനവൻ എന്ന നിലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ അതിഗംഭീരമായ പരിണാമമായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. അപ്പൊ അദ്ദേഹം വളരുകയായിരുന്നു, സംഘടനയ്ക്ക് ആ വളർച്ചയ്ക്കൊപ്പം എത്താൻ കഴിഞ്ഞില്ല. കൃത്യമായി പറഞ്ഞാൽ അതാണ് സത്യം. ആ വിശ്വമാനവികതയുടെ അലയൊലികൾ പിന്നീട് കേരളത്തിന് പുറത്തേക്കും വ്യാപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 1916 തന്നെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ വെച്ച് അദ്ദേഹം രമണ മഹർഷിയെ സന്ദർശിക്കുന്നുണ്ട്. അതെ. പിന്നീട് 1921 മെയ് 15 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന സമസ്ത കേരള സഹോദര സമ്മേളനം. മനുഷ്യരുടെ ജാതി ഒന്നായതുകൊണ്ട് മിശ്രഭോജനവും മിശ്രവിവാഹവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന വിപ്ലവകരമായ സന്ദേശം അദ്ദേഹം അവിടെ വെച്ചാണ് നൽകിയതല്ലേ? അതെ. ഈ പ്രവർത്തനങ്ങളെല്ലാം ഇന്ത്യയിലെ മറ്റു മഹാരഥന്മാരുടെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ആ ആഗോള ശ്രദ്ധയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1922 സാക്ഷാൽ രവീന്ദ്രനാഥ് ടാഗോറും CF ആൻഡ്രൂസും അദ്ദേഹത്തെ സന്ദർശിക്കാൻ ശിവഗിരിയിലെത്തിയത്. അന്നവർ തമ്മിലുള്ള സംഭാഷണം വിവർത്തനം ചെയ്തത് കുമാരനാശാൻ ആയിരുന്നെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ. ടാഗോർ ഗുരുവിന്റെ സാമൂഹിക സേവനങ്ങളെ വാനോളം പ്രശംസിച്ചപ്പോൾ നാം ഇതുവരെ യാതൊന്നും ചെയ്തിട്ടില്ല എന്നു പറഞ്ഞ് അങ്ങേയറ്റം വിനയാൻവിതനാകുകയാണ് ഗുരു ചെയ്തത്. അത് ടാഗോറിനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കാണും. തീർച്ചയായും. അന്ന് CF ആൻഡ്രൂസ് ഗുരുവിനെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്: ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന്. അതൊരു ചെറിയ അംഗീകാരമല്ല കേട്ടോ. അല്ല. അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് 1924 ആലുവയിൽ നടന്ന സർവമത സമ്മേളനം. മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് സദാശിവയ്യറായിരുന്നു അതിന്റെ അധ്യക്ഷൻ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നതായിരുന്നു ആ സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ലോകത്ത് തന്നെ ഇത്തരമൊരു ആശയം അന്ന് വളരെ അപൂർവമായിരുന്നു. എന്നാൽ ഇതിലെല്ലാം വെച്ച് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് 1925 ഒരു സംഭവമാണ്. ഗാന്ധിജിയുടെ സന്ദർശനം അല്ലേ? അതെ. വൈക്കം സത്യാഗ്രഹ കാലത്ത് മഹാത്മാഗാന്ധി ശിവഗിരിയിൽ ഗുരുവിനെ സന്ദർശിക്കാൻ വരുന്നു. കൂടെ C. രാജഗോപാലാചാരിയും മഹാദേവ് ദേശായിയുമുണ്ട്. N. കുമാരനാണ് വിവർത്തകൻ. അന്ന് അവർ തമ്മിൽ നടന്ന സംവാദം ശരിക്കും രോമാഞ്ചമുണ്ടാക്കുന്ന ഒന്നാണ്. ആ സംവാദം ഇന്ത്യയുടെ ബൗദ്ധിക ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായ ഒരേടാണ്. ഗാന്ധിജിയെന്ന് വർണ്ണാശ്രമ വ്യവസ്ഥയെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. മനുഷ്യരിൽ പല ജാതികൾ ഉണ്ടാവുന്നത് പ്രകൃതി നിയമമല്ലേ എന്ന് ഗാന്ധിജി ചോദിച്ചു. അപ്പോൾ ഗുരു അതിനെ നേരിട്ട രീതി അപാരമാണ്. അദ്ദേഹം ചുറ്റും നിന്ന മരങ്ങളിലേക്ക് ചൂണ്ടി. അതെ, അവിടെ നിന്നിരുന്ന മാവുകളിലെ ഇലകളെ ചൂണ്ടിക്കാട്ടി ഗുരു പറഞ്ഞ മറുപടി: ഒരേ മരത്തിലെ ഇലകൾക്ക് ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസമുണ്ടെങ്കിലും ആ ഇലകൾ പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന നീരിന് ഒരേ ഗുണമായിരിക്കില്ലേ എന്ന് ഗുരു ചോദിച്ചു. കൃത്യമായും. അതുപോലെയാണ് മനുഷ്യരും.
ഉപരിപ്ലവമായ നിറത്തിലും രൂപത്തിലുമുള്ള വ്യത്യാസങ്ങൾക്കപ്പുറം എല്ലാ മനുഷ്യരും ഒരേ സത്തയുടെ ആവിഷ്കാരമാണെന്ന് അദ്ദേഹം ശാസ്ത്രീയമായി സമർത്ഥിച്ചു. ഗാന്ധിജിയെപ്പോലുള്ളൊരു വലിയ നേതാവിന്റെ മുന്നിൽ പോലും സ്വന്തം നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വാദിച്ച ആ യുക്തിഭദ്രത അത്ഭുതപ്പെടുത്തുന്നതാണ്. അവിടെ രാഷ്ട്രീയമായ ശരികൾക്കപ്പുറം മാനവികതയുടെ അടിസ്ഥാന തത്വങ്ങളിലായിരുന്നു ഗുരുവിന്റെ ഊന്നൽ. ഈ സംവാദം കേട്ടപ്പോൾ സാക്ഷാൽ ഗാന്ധിജിക്ക് പോലും ആ യുക്തി അംഗീകരിക്കേണ്ടി വന്നു. അത് ശരിയാണ്. അതേസമയം തന്നെ അദ്ദേഹം തികഞ്ഞൊരു പ്രായോഗികവാദി കൂടിയായിരുന്നു. വൈക്കം സത്യാഗ്രഹകാലത്ത് സത്യാഗ്രഹികൾക്ക് താമസിക്കാൻ തന്റെ വെല്ലൂർ മഠം വിട്ടുകൊടുത്തതും അവർക്കുവേണ്ടി ഫണ്ട് സ്വരൂപിച്ചതുമൊക്കെ അദ്ദേഹത്തിന്റെ ആ പ്രായോഗിക ഇടപെടലുകളെയാണ് കാണിക്കുന്നത്. വാദങ്ങൾ ആശയതലത്തിൽ നിൽക്കുമ്പോഴും മനുഷ്യന്റെ അവകാശ പോരാട്ടങ്ങൾക്കൊപ്പം നിൽക്കാൻ അദ്ദേഹം മറന്നില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ ക്ഷേത്രങ്ങളെക്കുറിച്ചും പ്രസ്ഥാനങ്ങളെക്കുറിച്ചും സംവാദങ്ങളെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു. എന്നാൽ ഇതൊക്കെ ജനങ്ങളിലേക്കെത്തിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച മറ്റൊരു മാധ്യമമുണ്ട്: സാഹിത്യ സംഭാവനകൾ. അതെ, അദ്ദേഹം കേവലം മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും സംസ്കൃതത്തിലുമായി 60ഓളം കൃതികൾ രചിച്ചിട്ടുണ്ട് എന്നത് എത്ര പേർക്കറിയാമെന്ന് സംശയമാണ്. ആ സാഹിത്യ സംഭാവനകൾ മറക്കാൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ യഥാർത്ഥ ആഴം കിടക്കുന്നത് ആ വരികളിലാണ്. ആദ്യ കൃതിയായ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് മുതൽ അദ്ദേഹത്തിന്റെ രചനാവൈഭവം നമുക്ക് കാണാം. അദ്വൈത വേദാന്ത തത്വങ്ങളെ വ്യക്തമാക്കുന്ന ദർശനമാല 1914 ആലുവ അദ്വൈതാശ്രമത്തിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടി രചിച്ച അതിമനോഹരമായ പ്രാർത്ഥനാഗീതമായ ദൈവദശകം എന്നിവയെല്ലാം വളരെ പ്രശസ്തമാണല്ലോ. അതെ, ചട്ടമ്പിസ്വാമികൾക്ക് സമർപ്പിച്ച നവമഞ്ചരി, ശിവശതകം, കുണ്ടലിണിപ്പാട്ട്, ജനനീ നവരത്നമഞ്ജരി, അങ്ങനെ നിരവധി കൃതികൾ വേറെയുമുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ തത്വചിന്തയുടെ ഏറ്റവും വലിയ കാമ്പ് കിടക്കുന്നത് ജാതിമീമാംസയിലും ആത്മോപദേശ ശതകത്തിലുമാണെന്ന്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് തുടങ്ങുന്ന ആ വിഖ്യാതമായ വരികൾ ജാതിമീമാംസയിലേതാണല്ലോ. അതുപോലെ അവനവൻ ആത്മസുഖത്തിനാചരിപ്പവയ പരന്നു സുഖത്തിനായി വരേണം എന്ന വരികൾ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കൂടി ഗുണകരമാകണം എന്ന ആ ചിന്ത കാലത്തെ അതിജീവിക്കുന്നതാണ്. ഇത്രയധികം ഭാഷകളിൽ ഇത്രയും ഗഹനമായ ആശയങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ച അദ്ദേഹം കേവലം ഒരു സന്യാസി മാത്രമല്ല, അതിഗംഭീരനായ ഒരു അക്കാദമീഷ്യൻ കൂടിയായിരുന്നു. മാത്രം ഒതുങ്ങി നിന്നില്ലല്ലോ. 1918ലും 1926ലും അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചു. 1918ലെ ആ ആദ്യ യാത്രയിലാണ് അദ്ദേഹം ആദ്യമായി കാവ്യവസ്ത്രം ധരിക്കുന്നത് തന്നെ. ഓ, അതെന്നാണോ? അതെ, അദ്ദേഹത്തിന്റെ ശിഷ്യസമ്പത്തും വളരെ വലുതായിരുന്നു. ആദ്യ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികൾ, അതായത് കുഞ്ചു അയ്യപ്പൻ പിള്ള മുതൽ അവസാന ശിഷ്യനായ ആനന്ദതീർത്ഥ സ്വാമികൾ വരെ ആ പരമ്പര നീളുന്നു. ആദ്യ യൂറോപ്യൻ ശിഷ്യനായ ഏണസ്റ്റ് കിർക്കും ഇതിൽ ഉൾപ്പെടുന്നുണ്ടല്ലേ? ശരിയാണ്. തന്റെ പിൻഗാമിയായി അദ്ദേഹം ബോധാനന്ദ സ്വാമികളെയാണ്, അതായത് വേലായുധനെയാണ് നിശ്ചയിച്ചത്. തന്റെ കാലശേഷം ഈ ആശയങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ 1928ൽ അദ്ദേഹം ശ്രീനാരായണ ധർമ്മസംഘം രജിസ്റ്റർ ചെയ്യുന്നത്. ആ വർഷം തന്നെയാണ് മറ്റൊരു ചരിത്രപ്രധാനമായ സംഭവം കൂടി നടക്കുന്നത്. വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി.കെ. കിട്ടൺ റൈറ്ററും മുന്നോട്ടുവെച്ച ശിവഗിരി തീർത്ഥാടനമെന്ന ആശയം അദ്ദേഹം അംഗീകരിക്കുന്നത് അപ്പോഴാണ്. സാധാരണ തീർത്ഥാടനങ്ങൾ പോലെ പുണ്യം നേടാൻ മാത്രമല്ല, വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക പരിശീലനം എന്നീ 8 ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ള ഒരു പഠനയാത്രയായാണ് അദ്ദേഹം അതിനെ വിഭാവനം ചെയ്തത്. മഞ്ഞവസ്ത്രം ധരിച്ച് ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെ നടക്കുന്ന ഈ തീർത്ഥാടനം വലിയൊരു ജനകീയ പ്രസ്ഥാനമായി മാറി. പത്തനംതിട്ടയിലെ ഇലവുംതിട്ടയിൽ നിന്നാണ് ആദ്യ സംഘം പുറപ്പെട്ടത്. നിർഭാഗ്യവശാൽ ഈ തീരുമാനങ്ങളെടുത്ത ആ വർഷം തന്നെ 1928 സെപ്റ്റംബർ 20 അദ്ദേഹം സമാധിയായി. ഭൗതിക ശരീരം ഉപേക്ഷിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകളും ആശയങ്ങളും ഇന്നും നമ്മെ നയിക്കുന്നുണ്ടല്ലോ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം നേടിയ ആദ്യ മലയാളിയാണ് അദ്ദേഹമെന്ന് പറയുമ്പോൾ തന്നെ രാജ്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനയുടെ വലിപ്പം മനസ്സിലാക്കാം. 1967 ഭാരത സർക്കാരും പിന്നീട് ശ്രീലങ്കയും അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്റ്റാമ്പ് പുറത്തിറക്കി. 2006 നാണയങ്ങളും പുറത്തിറങ്ങി.
2005-ൽ വർക്കല റെയിൽവേ സ്റ്റേഷന്റെ പേര് വർക്കല ശിവഗിരി എന്നാക്കി മാറ്റിയതും ആ മഹാത്മാവിനോടുള്ള രാജ്യത്തിന്റെ ആദരസൂചകമാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങൾ ഒട്ടനവധി ആളുകൾ എഴുതിയിട്ടുണ്ടല്ലോ. കുമാരനാശാൻ എഴുതിയ ബ്രഹ്മശ്രീ നാരായണ ഗുരു സ്വാമികളുടെ ജീവചരിത്ര സംഗ്രഹം മുതൽ MK സാനു, സുകുമാർ അഴീക്കോട്, P പരമേശ്വരൻ തുടങ്ങി നിരവധി പ്രഗത്ഭർ അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. അവയെല്ലാം ഇന്നും വലിയ തോതിൽ വായിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചത് നെയ്യാറിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു കരിങ്കല്ല് മുങ്ങിയെടുത്തുകൊണ്ട് കേരളത്തിന്റെ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കിയ ആ മഹാത്മാവിന്റെ ജീവിതത്തെക്കുറിച്ചാണ്. അതെ, ആ ഒരൊറ്റ മനുഷ്യന്റെ ചിന്തകൾ, അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ, വിദ്യാലയങ്ങൾ, അദ്ദേഹം എഴുതിയ വരികൾ, നടത്തിയ സംവാദങ്ങൾ, ഇതിലെ ഓരോ തീയതികളും ഓരോ വ്യക്തികളുടെ പേരുകളും വെറും ഓർമ്മിക്കാനുള്ള കാര്യങ്ങളല്ല, മറിച്ച് ഒരു ജനത എങ്ങനെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നു കയറി എന്നതിന്റെ ജീവിക്കുന്ന തെളിവുകളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അറിവാണ് ഏറ്റവും വലിയ ആയുധം എന്ന് അദ്ദേഹം നമ്മെ സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. വ്യവസായങ്ങളിലൂടെ സാമ്പത്തിക ഉന്നമനവും വിദ്യയിലൂടെ പ്രബുദ്ധതയും നേടാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. മനുഷ്യൻ നന്നായാൽ മതി എന്ന അദ്ദേഹത്തിന്റെ സന്ദേശമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ കേരളത്തെ രൂപപ്പെടുത്തിയത്. അദ്ദേഹം കൊളുത്തിയ ആ വെളിച്ചമാണ് നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നത് എന്ന് മറക്കരുത്. ശരിയാണ്. അപ്പോ ഈ ഡീപ്പ് ഡൈവ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ വളരെ കൗതുകകരമായൊരാശയം കൂടി ഞാൻ നൽകാം. എന്താണത്? ഗാന്ധിജിയോട് ഗുരു പറഞ്ഞ ആ മരത്തിലെ ഇലകളുടെ ഉദാഹരണം ഒന്നുകൂടി ഓർത്തുനോക്കൂ. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. സോഷ്യൽ മീഡിയയിലെയും മറ്റും അൽഗോരിതങ്ങൾ നമ്മെ പലതരം എക്കോ ചേംബറുകളിലായി തിരിച്ച് നമ്മളെല്ലാവരും പരസ്പരം വ്യത്യസ്തരാണെന്നും വിരുദ്ധ ചേരികളിലാണെന്നും നിരന്തരം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ശരിയായൊരു നിരീക്ഷണമാണ്. പുറമേയുള്ള രൂപത്തിലും നിറത്തിലും രാഷ്ട്രീയത്തിലും വലിപ്പത്തിലുമുള്ള വ്യത്യാസങ്ങൾ കാണിച്ച് നമ്മളെ അകറ്റുമ്പോൾ എല്ലാ ഇലകളുടെയും ഉള്ളിലെ നീരിന്റെ ഗുണം ഒന്നാണെന്ന ശ്രീനാരായണ ഗുരുവിന്റെ ആ സന്ദേശത്തിന് ഒരു പക്ഷേ അന്നത്തേക്കാൾ 100 ഇരട്ടി പ്രസക്തി ഇന്നില്ലേ? കാലം എത്ര കഴിഞ്ഞാലും സാങ്കേതികവിദ്യ എത്ര വളർന്നാലും മനുഷ്യന്റെ ഉള്ളിലെ സത്യം മാറുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രസക്തമായൊരു ചിന്തയാണത്. അതെ, നമ്മളെയെല്ലാം ഒന്നിപ്പിക്കുന്ന ആ ആന്തരിക സത്തയെക്കുറിച്ച് നാം എല്ലാവരും ഒരേ മരത്തിലെ ഇലകളാണെന്ന ആ വലിയ ചിന്തയെക്കുറിച്ച് നിങ്ങളൊന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും ചിന്തിക്കേണ്ട ഒന്നാണിത്. അപ്പോ തീയതികളും വസ്തുതകളും നിറഞ്ഞ ഈ ചരിത്രയാത്രയുടെ ആഴത്തിലുള്ള വിശകലനം നമ്മളിവിടെ ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയാണ്. ഈ വിവരങ്ങളെല്ലാം കാര്യങ്ങളെ പുതിയൊരു വീക്ഷണകോണിലൂടെ കാണാൻ നിങ്ങൾക്ക്